ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കാൻ ഒരുങ്ങിയിരിക്കുന്നവളാ. ഈ സമയത്ത് നല്ല പരിചരണാ വേണ്ടത്. പാല്, നെയ്യ്, വെണ്ണ ഇതൊക്കെ ദേ 3 നേരം സേവിക്കണം. എനിക്കൊക്കെ കുറുന്തോട്ടി കഷായം വരെ ഉണ്ടായിരുന്നു. 2 നേരം എണ്ണയും കൊഴുമ്പും ഇട്ട് തേച്ചു കുളിയും. ഇതൊക്കെ ഈ കണ്ട വീട്ടിൽ നടക്കുവോ? ഇളയമ്മ കുളിപ്പിക്കാൻ വന്നാണോ? നീ എന്താ ആനന്ദേ ഒരു ഡിസ്റ്റൻസ് ഒക്കെ ഇട്ട് സംസാരിക്കുന്നേ? ഞാൻ നിന്റെ അമ്മയുടെ സ്ഥാനത്തുള്ളവളാ. തൃച്ചംബരത്തേക്ക് പുതിയൊരു അനന്തരാവകാശി വരുമ്പോ അത് അവനോ അവളോ ആരോ ആയിക്കോട്ടെ, അതൊരു രാജകുലത്തിൽ പിറക്കുന്നതായിരിക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. ഇളയമെന്താ കുറുക്കൻ കോഴിക്കൂട്ടി നോക്കുന്ന പോലെ ഇടക്കിടക്ക് ഇങ്ങനെ നോക്കുന്നേ? അയ്യോ, ഞാൻ ഈ വീടൊക്കെ ഒന്ന് കാണട്ടെ. കൊള്ളാം. എനിക്ക് ഈ വീട് അങ്ങ് ഇഷ്ടപ്പെട്ടു. ഇത് എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ട്? നല്ല ഐശ്വര്യമുള്ള വീട്. അയ്യോ, എനിക്ക് ഈ വീടൊക്കെ ഒന്ന് ചുറ്റി നടന്ന് കാണണം. ചെറിയ വീടാണെങ്കിൽ എന്തൊരു ഭംഗി. നിക്കവിടെ. അയ്യോ, അഭ്യാസമൊന്നും ഇറക്കണ്ട ആനന്ദ്. ഇത്തരം 4ാം കിട വേലകളൊക്കെ വല്ല പുതിയ കുട്ടികളോടും പരീക്ഷിക്കുക. എത്ര തവണ എന്നോട് ഏറ്റുമുട്ടി പരാജയപ്പെട്ടവരാ നിങ്ങള്, എന്നിട്ടും പഠിച്ചില്ലേ? സത്യം പറ, നിങ്ങൾ എന്റെ അമ്മയെ തേടിയല്ലേ ഇങ്ങോട്ട് വന്നത്? അയ്യോ, എന്താ ആനന്ദ് നീ പറയുന്നേ? ഞാൻ അഖിലേച്ചിയെ തേടി ഇങ്ങോട്ട് വരേണ്ട കാര്യം എന്തിരിക്കുന്നു? അല്ലെങ്കിൽ തന്നെ അഭിമാനിയായ അഖിലേച്ചി ഇതുപോലുള്ള വീട്ടിലൊക്കെ കയറി ഒളിച്ചിരിക്കോ? മോളെ കല്യാണി, ഇവൻ എന്തൊക്കെയാ പറയുന്നേ? വേണ്ട, മര്യാദയ്ക്ക് ഞാൻ പറയുന്നു, നിങ്ങൾ ഇറങ്ങിപ്പോ. ഇതാണ് വിലാസിനി. മേലാൽ അമ്മയെ തേടിയുള്ള ഈ വരവ് ഇങ്ങോട്ട് വേണ്ട. ഓ, നിന്റെ അമ്മ പോലീസിനെ പേടിച്ച് നാടുവിട്ട കാര്യമൊക്കെ നീ അറിഞ്ഞു. എന്നിട്ടാണോ ഇവിടെ വന്ന് അടയിരിക്കുന്നത്? എന്നെ കൊണ്ട് കടുങ്കയൊന്നും ചെയ്യിപ്പിക്കരുത്. ഇറങ്ങിപ്പോ. നീ എന്റെ നേരെ വിരൽ ചൂണ്ടിയൊന്നും സംസാരിക്കണ്ട. ഞാനങ്ങ് പോയേക്കാം. നീ ഇനിയും നിന്റെ അമ്മയെ മനസ്സിലാക്കിയില്ലേ ആനന്ദ്? ഒരു കാര്യം ഞാൻ പറയാം. ഈ കേസ് അന്വേഷണത്തിന്റെ പേരിൽ അഖിലേച്ചി ഒരിക്കലും ആത്മഹത്യ ചെയ്യാനൊന്നും പോകുന്നില്ല. ഏത് പ്രതിബന്ധങ്ങളെയും നേരിടാനുള്ള ചങ്കുറപ്പുള്ളവളാണ് തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരി. അത് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ എന്റെ അച്ഛന്റെ മരണത്തിന് പിന്നിൽ അഖില മേഡം ഉണ്ടെങ്കിൽ അതിനുള്ള ശിക്ഷ അനുഭവിക്കുക തന്നെ ചെയ്യും. എടി, ഇതൊക്കെ ഇവര് നിന്റെ കണ്ണിൽ പൊടിയിടാനുള്ള തന്ത്രങ്ങളാ. ഇവര് നിന്നെ ചതിക്കുക. തൃച്ചംബരത്തെ ഈ 2 ആൺമക്കളും കൂടി ചേർന്ന് നിന്നെ വിഡ്ഢിയാക്കുക. അല്ലെങ്കിൽ നിന്റെ അച്ഛന്റെ മരണത്തിന് പിന്നിൽ ഇവന്റെ അമ്മയുണ്ടെന്നുള്ള കാര്യം നിന്നിൽ നിന്നും എന്തിനു മറച്ചു വെച്ചു? ഈ വിലാസിനി പറഞ്ഞിട്ടല്ലേ നീ അറിഞ്ഞത്? ഇവരാരാണെന്ന് അറിയോ? ഇവര് നാടകം കളിക്കുക. നിന്നെ കൊണ്ട് കേസ് കൊടുപ്പിച്ചത് ഇവര്, അഖിലേച്ചിയെ ഒളിപ്പിച്ചത് ഇവര് തന്നെ. ഇവരെ വിശ്വസിക്കരുത്. കുടിക്കുന്ന വെള്ളത്തിൽ പോലും വിശ്വസിക്കരുത്. നിങ്ങൾ ഇറങ്ങി പോകുന്ന ഞാൻ പിടിച്ച് പുറത്താക്കണോ? ഞാൻ പോയേക്കാം. കല്യാണി, നീയൊന്ന് ഓർത്തോ, നിനക്കൊരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാ പിന്നെ നീ ജീവനോടെ ഉണ്ടാവില്ല. കാരണം ഇവന് നീയല്ല വലുത്, ഇവന്റെ അമ്മ തന്നെയാ. അത് നീ ഓർത്തോ.
ഐജിയാ. ഹലോ. ഹലോ സാർ. ശിവരാമ, എന്താടോ സമാധാനത്തോടെ ജോലി ചെയ്യാൻ താൻ എന്നെ അനുവദിക്കില്ലല്ലേ? പറഞ്ഞ സാർ, ഇങ്ങോട്ടിരിക്കാം. താങ്ക് യു. കോളേജിൽ തന്റെ സീനിയറായിട്ട് പഠിച്ചു എന്നുള്ള ഒറ്റ തെറ്റേ ഞാൻ ചെയ്തിട്ടുള്ളൂ. താനെന്താ നിൽക്കുന്നത്? ഇരിക്കു ശിവരാമ. അഖില ശിവരാമനെ രഹസ്യമായി വിളിക്കോ മറ്റോ ചെയ്തോ? ഇല്ല സാർ, എവിടെയാണെങ്കിലും എന്നെ വിളിക്കാതിരിക്കുന്നവളല്ല. അതാണ് എനിക്കൊരു ടെൻഷൻ. ദൂരെ യാത്രയാണെങ്കിൽ ദിവസം 3 നേരം എന്നെ വിളിക്കും. പ്രധാനമായും ഞാൻ മരുന്ന് കഴിച്ചൊന്നാണ് അറിയേണ്ടത്. ഇതിലും വലിയ കേസൊക്കെ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുള്ളതല്ലേ തൃച്ചംബരത്ത്? അപ്പോഴൊന്നും ഭയപ്പെടാത്ത അഖില ഇക്കാര്യത്തിൽ മാത്രം എന്തിനു ഭയപ്പെടുന്നു? ഭയപ്പെട്ടു പോയതാകാൻ വകയില്ല. പിന്നെ DYSP 3ാമത്തെ പ്രാവശ്യമല്ലേ തൃച്ചംബരം തേടി വരുന്നത്. ഒരുതരം പകവീട്ടും പോലെയാ അയാളുടെ പെരുമാറ്റം. ശിവരാമ, ഐജിക്ക് മേലെ അല്ല DYSP. ആ DYSPയുടെ കാര്യത്തില് താൻ പേടിക്കണ്ട. ഞാൻ വേറെ ചുമതല കൊടുത്ത് അയച്ചിട്ടുണ്ട്. ഒരു തരത്തിൽ പണിഷ്മെന്റ് തന്നെ പറയാം. സന്തോഷം. ഇത് 2ാമത്തെ മരുമോള നന്ദന. മോളെ. ഹലോ. ഐജിയ ജിതേന്ദ്ര വർമ്മ സാർ. ഗുഡ് ഈവനിങ് സർ. ഗുഡ് ഈവനിങ്. കോളേജിൽ ഞാൻ ശിവരാമിന്റെ സീനിയർ ആയിരുന്നു. അല്ല, നന്ദന എന്ത് ചെയ്യുന്നു? ബിസിനസ് ആണ്. ഹോട്ടൽസ് ആണ് കൂടുതലും. ജന്മദേശം എറണാകുളം. പക്ഷെ ഫാദറും മദറും അങ്ങ് മുംബൈയിലാ. ഫാദറിന്റെ പ്രധാന ബിസിനസ്സും ഹോട്ടൽസ് തന്നെയാ. ദുബായിലും ഉണ്ട്. ഓ, നമ്മുടെ നാരായണന്റെ മകളാണല്ലേ? സാർ അറിയോ നാരായണനെ? കേട്ട് പരിചയമുണ്ട്. ആരോ പറഞ്ഞ് ഞാൻ കേട്ടതായിട്ട് ഓർമ്മയുണ്ട്. നാരായണന്റെ മകളെയാണ് ശിവരാമന്റെ മകൻ വിവാഹം കഴിച്ചിരിക്കുന്നതെന്ന്. മോളെ, സാറിന് ചായ കൊടുക്ക. ഓക്കെ, ഇപ്പൊ കൊണ്ടുവരാം. മക്കൾ രണ്ടുപേരും ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനി തന്നെ അല്ലേ? മൂത്തയാൾ ആനന്ദ് ഇപ്പോൾ കമ്പനിയിലില്ല, പിന്മാറിയതാ. ചില ഫാമിലി ഇഷ്യൂസ്. അവൻ പുതിയൊരു കമ്പനി തുടങ്ങുകയും ചെയ്തു. ചിലതൊക്കെ എനിക്കറിയാം. ഈ മരിച്ച ദാസ് മൂത്ത മകന്റെ ഫാദറിലോ ആണല്ലേ? അതെ സാർ. ഹലോ. ഈ അന്വേഷണം പോരാ, സ്പീഡാക്കണം. സിറ്റി പോലീസ് കമ്മീഷണർ ലീവ് കഴിഞ്ഞ് വന്നില്ലടോ. എല്ലായിടത്തും അന്വേഷിക്കണം. എല്ലാ ലോക്കൽ സ്റ്റേഷനുകളിലേക്കും മെസ്സേജുകൾ പാസ് ചെയ്യണം. എന്നിട്ട് എത്രയും വേഗം എനിക്ക് റിപ്പോർട്ട് അയക്കണം. ശരി. അന്വേഷണം ഊർജിതമായിട്ട് നടക്കുന്നുണ്ട് ശിവരാമ. താൻ ടെൻഷൻ ആവാതെ. നമ്മൾ പറഞ്ഞു വന്നത്, ആനന്ദിന്റെ ഭാര്യയുടെ അച്ഛനാണ് ഈ ദാസ്. ഈ 2 കുടുംബങ്ങളും അത്ര നല്ല രസത്തിലല്ലായിരുന്നു എന്നാണ് ഞാൻ അറിഞ്ഞത്. അത് സത്യമാണ്. ദാസിനെ അഖില വിളിച്ചു വരുത്തുകയായിരുന്നു അല്ലേ? അതെ സാർ. പക്ഷെ അതൊരു സതുദ്ദേശത്തോടെ ആയിരുന്നു. രണ്ടാമത്തെ മകനാ അരവിന്ദ്. മോനെ ജിതേന്ദ്ര വർമ്മ സാർ. IG. നമസ്കാരം സാർ. നമസ്കാരം. ഇരിക്കും മോനെ. ചായ. താങ്ക് യു മോളെ. അങ്കിള്, അമ്മ എങ്ങോട്ടാ പോയിരിക്കുന്നതെന്ന് അരവിന്ദിന് വല്ലതും അറിയാമോ? ഒന്നും അറിയില്ല സാർ. എവിടെയൊക്കെയാ സാധാരണ പോകാറുള്ളത്? പോകാറുള്ള സ്ഥലത്തൊക്കെ ഞാൻ അന്വേഷിച്ചു. അവിടെ ഒന്നും അമ്മ ചെന്നിട്ടില്ല. നന്ദനയ്ക്ക് ഇതിനെക്കുറിച്ച് വല്ലതും അറിയാമോ? അഖിലാന്റി എവിടെ പോയാലും സാധാരണ എന്നോട് പറയാറുള്ളതാ. പക്ഷെ പോലീസ് അന്വേഷണം വന്നപ്പോ അപ്രതീക്ഷിതമായി എവിടേക്കോ പോയതാ. കമ്പനികളിലെ ആർക്കെങ്കിലും എന്തെങ്കിലും അറിയാമോ? കുറച്ചു കാലമായിട്ട് കമ്പനിയിൽ അമ്മ അങ്ങനെ വരാറില്ലായിരുന്നു. ഇനി ദൂരെ ഏതെങ്കിലും ക്ഷേത്രങ്ങളിൽ അഖില ഒരു തീർത്ഥാടന പ്രിയാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതൊക്കെ ശരിയാ. പക്ഷേ ക്ഷേത്ര ദർശനത്തിലൊക്കെ പോകുമ്പോൾ എന്നോട് പറഞ്ഞിട്ടേ പോകാറുള്ളൂ.
മാത്രമല്ല ഇളയച്ചൻ ഋഷികേശ സ്വാമികളുടെ നിർദ്ദേശപ്രകാരമേ തീർത്ഥാടനത്തിന് പോകാറുള്ളൂ. ഹലോ, ആരാ കണ്ടെത്തിയത്? ലൊക്കേഷൻ അത് തന്നെയാണെന്ന് എങ്ങനെയാ വ്യക്തമായത്? ശരി, എഫ്ഐആർ ഇട്ടോ. ഇപ്പോ ആരൊക്കെയാ അവിടെ ഉള്ളത്? ആ എന്നാ ബാക്കി ഫോർമാലിറ്റീസ് ഒക്കെ ചെയ്തോളൂ. ശിവരാമ. എന്താ സാർ? അഖിലയെ തിരയുന്ന അന്വേഷണ സംഘം ഒരു ബോഡി കണ്ടെത്തിയിട്ടുണ്ട്. അത് അഖിലയുടേതാണെന്നാണ് പ്രാഥമിക നിഗമനം. അവരവിടെ ഇപ്പോൾ എൻക്വയറി ചെയ്തുകൊണ്ടിരിക്കുക. വണ്ടിയെടുക്ക. മരിച്ചത് അഖിലയാകാനാണ് സാധ്യത. അരവിന്ദ്, കൊന്നോ എന്റെ അഖിലേച്ചിയെ? എടി, നിനക്ക് നേരെ പല തവണ തോക്ക് ചൂണ്ടിയിട്ടും കൊല്ലാതെ വിട്ടതല്ലേ എന്റെ ചേച്ചി? ആന്റി, എന്നിട്ടും നീയൊക്കെ കൂടി ഇതെനിക്ക് സഹിക്കാവുന്നതിൽ അപ്പുറം. കുടുംബം ഇല്ലാതാക്കണമെന്ന് പറഞ്ഞപ്പോ കൊല്ലൊന്നും ഞാൻ ഒരിക്കലും കരുതിയില്ല. എന്ത് തെറ്റാടി ആ പാവം നിന്നോടൊക്കെ ചെയ്തേ? ഇതിനുള്ള ശിക്ഷ നീ അനുഭവിക്കണം. ഞാൻ ഐജിയെ കണ്ടിട്ടാ വരുന്നേ. എവിടെ എന്റെ ചെങ്കോലും കിരീടവും? എനിക്കിനി തൃച്ചംബരത്തെ മഹാറാണി പട്ടം. എവിടെ? താ താ താ. ആന്റി, അതെ, വേലിക്കായലിൽ അഖിലാണ്ടേശ്വരിയുടെ ബോഡി പൊങ്ങി. ആന്റി,
പറഞ്ഞതേ ഉള്ളൂ. ആന്റി എന്തൊക്കെയാ പറയുന്നേ? അഖിലയുടെ ശവം പൊങ്ങിയെന്നോ? ഓ, ഒന്നും അറിയാത്ത പോലെ. ഞാൻ പറഞ്ഞത് സത്യ, പരമമായ സത്യം. ശ്ശോ, തൃച്ചംബരത്ത് ശിവരാമകൃഷ്ണന്റെ സുഹൃത്തില്ലേ, ആ ഐജി, അയാള് ശിവരാമേട്ടനോട് പറഞ്ഞത് ഞാൻ കേട്ടതാ. ഓ, അതല്ലേ ഞാൻ സംസാരിക്കാനുണ്ടെന്നും പറഞ്ഞ് ഇങ്ങോട്ട് ഓടി വന്നത്. അല്ലെങ്കിൽ പിന്നെ ഈ രാത്രി ഞാൻ തിരിച്ചു വരുവോ? എന്നാലും നിന്നെ ഞാൻ സമ്മതിച്ചിരിക്കുന്ന പ്രിയങ്കെ, നീ പറഞ്ഞ വാക്ക് പാലിച്ചു. ഹോ, എന്നെ തൃച്ചംബരത്തെ റാണിയാക്കൂന്ന് പറഞ്ഞു, ഇപ്പൊ അതും സാധ്യമാക്കി. ഷോ, ഇതാണ് ക്ഷത്രിയ രക്തം, അതാണ് നാഗമടത്ത് പ്രിയങ്ക. അങ്ങനെ ഒരുപാടൊന്നും സന്തോഷിക്കണ്ട ആന്റി. സന്തോഷിക്കും. എന്താ പ്രിയങ്കെ, അഖില മരിച്ചെന്ന് പറഞ്ഞപ്പോ നിനക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലേ? അയ്യോ, ഞാൻ പറഞ്ഞത് സത്യവാ. ഓ, ഞാൻ പറഞ്ഞത് സത്യമാ. അഖില മരിച്ചു. ഇനി ഇതാ കുറച്ച് ചന്ദനമുട്ടികളിൽ എരിഞ്ഞ് ഭസ്മമാകാനുള്ള സമയം മാത്രം ബാക്കി. ആന്റി, ഏ, മരിച്ചത് അഖിലയല്ല. പ്രിയങ്കേ, അതെ, മരിച്ചത് അഖിലയുടെ മുഖമുള്ള രാജരാജേശ്വരിയ. ഒരേ മുഖമുള്ള 2 പേരിൽ ഒരാൾ. പ്രിയങ്കേ, നീ വെറുതെ തമാശ. രാജരാജേശ്വരിയാണ് മരിച്ചത് പോലും. തമാശയല്ല, സത്യം. ആന്റി പലപ്പോഴും എന്റെ വീട്ടിൽ വെച്ച് അഖിലെ കണ്ടു എന്ന് പറഞ്ഞിട്ടില്ലേ? ആ, പ്രിയങ്കേ, അതെ, അഖിലാണ്ടേശ്വരിയുടെ അച്ഛന് മറ്റൊരു ഭാര്യയിൽ പിറന്ന മകൾ രാജരാജേശ്വരി. തൃച്ചംബരത്തോടുള്ള അവരുടെ പക തീർക്കാൻ കൂട്ടുപിടിച്ചതാ നാഗമടത്തുകാരായ ഞങ്ങളെ. അതുകൊണ്ട് ആന്റി വിശ്വസിച്ചേ പറ്റൂ, അഖിലാണ്ടേശ്വരി എവിടെയോ ജീവിച്ചിരിപ്പുണ്ട്. അപ്പോ അന്ന് ദാസേട്ടനെ? അതെ, ഓരോന്നോരോന്നായി ഓർത്ത് പാടുപെടണ്ട. കുറച്ചുനാള് തൃച്ചംബരത്തുണ്ടായിരുന്നത് ഈ രാജരാജേശ്വരി തന്നെയാണ്. മിണ്ടരുത്. അടങ്ങിയോ ഒതുങ്ങിയോ അനുസരിച്ച് ഇതിനകത്ത് ജീവിച്ചില്ലെങ്കിൽ നിന്റെ തല ഞാൻ തകർത്തുകളെ.